എന്നിട്ട് ഇങ്ങനെ ബിസിനസ്സിനെ കുറിച്ച് പ്ലാൻ ചെയ്തപ്പോഴേ സലൂൺ തന്നെ പ്രിഫർ ചെയ്യാനുള്ള റീസൺ എന്താ? ഞാൻ ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓണർ ഇത് തൊട്ട് മുമ്പ് ആർജെ മെട്രിക്സ് എന്ന സലൂണായിരുന്നു. അതിൻ്റെ ഓണർ അലക്സ്, പുള്ളി ഇപ്പോൾ എൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. പുള്ളിയുടെ കൂടെ വേറൊരു പാർട്ണർ നേരത്തെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് കാനഡയിലേക്ക് ഒരു മൈഗ്രേഷൻ വന്നു. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കാൻ ഒരു പരിപാടി എന്നോട് പറഞ്ഞു. ഞാൻ മറ്റൊരു പലരോട് സംസാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ വേറെ ആൾക്കാർ സംസാരിക്കുന്നത്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പോലെ. പിന്നെ അത് ഇതിങ്ങനെയൊന്നുമല്ല, ഇത് നമ്മൾ ഫുള്ള് പൊളിച്ചു. ആർജെ മെട്രിക്സ് എന്ന് പറയുന്ന സലൂണ് ഈ ഒരു സിസ്റ്റം അല്ല, കംപ്ലീറ്റ് ടീം മാറ്റി നമ്മൾ റിനോവേറ്റ് ചെയ്തു. പിന്നെ ഒരു നമ്മൾ ആ മേടിച്ച പൈസ തന്നെ വീണ്ടും റെനോവേഷന് നമുക്ക് വീണ്ടും ചിലവായിരുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ആ ടി വി ഉണ്ട്, രണ്ട് ടി വി ഉണ്ട്, ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യമകത്തുണ്ട്. നമുക്കിവിടെ വെളിയിൽ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അകത്തും നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അഡീഷണൽ നമുക്ക് സെപ്പറേറ്റ് 2 റൂമുണ്ട്, 3 സ്പാ ഉണ്ട്, 10 ഹെയർ കട്ടിങ് ചെയറുണ്ട്. അറ്റ് എ ടൈമിൽ 10 നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മൊത്തത്തിൽ ഇരിക്കുന്ന 1650 സ്ക്വയർ ഫീറ്റോളം വലിപ്പത്തിലാണ്. നമുക്കൊരു ഓഫീസ് അകത്തുണ്ട്. അഡീഷണൽ നമ്മൾ എൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരു ഓഫീസാണ്. അപ്പം അത്യാവശ്യം നമ്മൾ വരുന്ന ആൾക്കാർ പിന്നെ ഇതൊന്നും അല്ല കാര്യം, അൾട്ടിമേറ്റ്ലി സ്റ്റാഫുകളുടെ സർവീസാണ്. അത് നിലവിൽ നല്ല രീതിയിൽ ചെയ്യുന്ന പലയിടത്തുനിന്നും പുറത്തുനിന്നൊക്കെ നമുക്ക് ആൾക്കാരെ കണ്ടെത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നന്നായി തന്നെ കൊടുക്കാൻ കഴിയും. ധൈര്യമായിട്ട് വരാം. ഇനി എന്തെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തൃപ്തികരമല്ലാത്ത രീതിയിൽ സർവീസ് അനുഭവപ്പെട്ടോ, ഇനി പുതിയതെന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണോ, ഇതൊക്കെ 100% നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും നേരിട്ടും ഒക്കെ എന്നെ അറിയിച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പരിഹരിക്കും. ഇത്ര ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. അഖിൽമാരാർ ഒരു സലൂൺ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും ആൾക്കാർക്ക്. അപ്പോൾ എത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണ് നിങ്ങൾ? എല്ലാ തരത്തിലും ഇപ്പം ഇവിടെ എല്ലാവർക്കും വരാം. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഇത്തരം ബ്യൂട്ടി സർവീസ് ബിസിനസ്സുകളിൽ എല്ലായിടത്തും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. റേറ്റ് അല്ലല്ലോ ആൾക്കാരുടെ പ്രശ്നം, ഇത് നല്ല സർവീസ് കിട്ടുക. അപ്പം മാത്രമല്ല ഇതിനൊരു റിപ്പീറ്റ് കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ മുടി എല്ലാ മാസവും വളരും, താടി വളരും, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫേഷ്യലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ റിപ്പീറ്റ് നമ്മൾ ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ആ റിപ്പീറ്റ് ആയിട്ട് അവരിവിടെ വരും. അപ്പോൾ നമുക്കൊരു ബേസ് കസ്റ്റമേഴ്സിനെ നമുക്ക് അങ്ങനെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെ എല്ലാ കാലവും ഉണ്ടാവണം എന്ന് പ്രതീക്ഷയിൽ തന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ 1-2 സലൂണുകൾ പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 3 മാസം എങ്ങനെയാണ് നമ്മൾ പോകുന്നത്, നമ്മൾക്ക് നല്ല രീതിയിൽ പോകാമെന്നുണ്ടെങ്കിൽ 100% അടുത്ത സംഭവങ്ങൾ ചെയ്യാനുള്ള പരിപാടി നമുക്ക്. വൈഫിന് ഇതിനോടുള്ള താല്പര്യം എത്രത്തോളം ഉണ്ടായിരുന്നു? അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ നോക്കിയപ്പം ഞാനിപ്പം കഴിഞ്ഞപ്പോൾ 1 മാസമായിട്ട് ഞാൻ ഒരു പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ ആ ഒരു സമയം അവൾക്ക് ഒരു 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ അവൾ കൂടെ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ അവൾക്ക് ഇരിക്കാൻ പറ്റിയ ടൈപ്പ് അല്ലെങ്കിൽ അവൾക്ക് കൂടെ മാനേജ് ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത്. എത്രത്തോളം ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി? ഒരു നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു അല്ല, ഞാൻ എൻ്റെ +2 പഠിക്കുന്ന സമയത്ത് മുടി സ്ട്രൈറ്റ് ചെയ്ത ആളാണ്. കൊട്ടാരക്കരയിൽ ഫസ്റ്റ് ഇങ്ങനൊരു പരിപാടി വന്നപ്പോൾ അന്ന് മുടി സ്ട്രൈറ്റ് ചെയ്ത ഒരാളല്ലേ. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഹെയറിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പം അപ്പം ഞാൻ ഇതിനു മുമ്പ് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ലോറയിലാണ്. അപ്പം ലോറയുടെ ഒരു ലിയോയും ഞാനെന്ന് പറഞ്ഞ ഒരു 10-13 വർഷത്തെ പരിചയമുണ്ട്. അപ്പം നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ഈ ബ്യൂട്ടി സലൂണുകൾ ചെയ്യുന്ന കൊച്ചിയിലെ തന്നെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരത്തെ ബന്ധമുണ്ട്. പലതും അറിയാം, പേഴ്സണലി അറിയാം. ഹൈ-എൻഡ് ബ്രാൻഡുകൾ നമുക്കറിയാം, ഏത് ബ്രാൻഡുകൾക്കാണ് ഏറ്റവും നല്ല റിസൾട്ട് എന്നൊക്കെ അറിയാം. അതുകൊണ്ടൊരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എടുക്കേണ്ട സ്റ്റഡി എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരുന്നു. ഏതാണ് ബെറ്റർ റിസൾട്ട് നൽകുന്നത്. പിന്നെ ഇത് പണിയെടുക്കാൻ എനിക്ക് അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു സജഷൻ നമുക്കൊരാൾ കൂടുതലായി ഒരാൾ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധ്യം നമുക്കുണ്ട്. സാധാരണ ആൾക്കാർ പോയി സെലിബ്രിറ്റീസിന് വരെ ഇവിടെ വരാം, എല്ലാവർക്കും വരാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനാഗ്രേഷൻ ഞാൻ വിളിച്ചാൽ ഇപ്പം സത്യം പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനെ, അർജുൻ അശോകനെ, വിപിനെ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇവരൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിളിച്ച ജോ ചേട്ടൻ, മേജർ രവി സാർ. അപ്പം നമ്മൾ എൻ്റെ സൗഹൃദത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരെ വേണമെങ്കിൽ വിളിച്ച് വരുത്തി ഒരു ഭയങ്കര വലിയ പരിപാടിയൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് അതൊരു ഷോ ഓഫിലേക്ക് ഞാൻ പോകും. ഞാൻ ലോക്കലിൽ പോലും നമ്മളൊരു ഫ്ലെക്സ് ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് വെച്ചിട്ടില്ല. ഒരു പരിപാടി ഉണ്ടെന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി അറിയിച്ചു. എല്ലാവരും കാര്യം ഇന്നലെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സമൂഹമാണ്. അപ്പോൾ അവരെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയിക്കുന്നു. എല്ലാവർക്കും വരാം, അല്ലാണ്ട് ഇത് ഒരു സെലിബ്രിറ്റി സലൂൺ അങ്ങനെയൊന്നും അല്ല. പക്ഷേ എല്ലാം ഉണ്ട്, സെലിബ്രിറ്റീസിനും വരാം, സാധാരണക്കാർക്കും വരാം. അഫോർഡബിൾക്കാനൊക്കെ ഞാനീ പറയുന്നത് നല്ല സർവീസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ ഫെറയുടെ ഒരു സിഗ്നേച്ചർ സാധനം എന്ന് പറയാൻ എന്തായിരിക്കും? വേർ കോൺഫിഡൻസ് മീറ്റ് സ്റ്റൈൽ. അത് എന്നെ സംബന്ധിച്ച് ഞാൻ കോൺഫിഡൻസിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഓക്കെ, എല്ലാ കാര്യത്തിലും ലൈഫിൽ ആകെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സാധനം. അഖിൽമാരാർ എന്നുള്ള പേഴ്സണെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഇതേ ഇഷ്ടം എല്ലാ കാലവും ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്നെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.